എന്റെ കല്യാണം നടത്താനുള്ള ഉത്തരവാദിത്വം മുത്തശ്ശൻ നിന്നെയാണോ ഏൽപ്പിച്ചത്? എന്താ എന്നെ കണ്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കൊള്ളില്ലെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ മാത്രം മണ്ടത്തരം മുത്തശ്ശൻ എന്തായാലും ചെയ്യില്ലല്ലോന്നാ ഞാൻ ആലോചിക്കുന്നത്. നിന്റെ തലയിൽ നല്ലതൊന്നും തോന്നില്ലെന്ന് എനിക്കറിയാം. നിന്നെ പോലെയല്ല, എനിക്ക് കുറച്ച് സ്വയബോധമുണ്ട്. ഓഹോ, മോനെ കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടും. ആ പിന്നെ ചേട്ടാ ചെല്ലേ മോളെ, ചേട്ടന് കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തേ. അകത്തേക്ക് വരും. സത്യത്തിന് നിന്റെ സ്വഭാവത്തിന് നിന്റെ കല്യാണം ഒരിക്കലും നടക്കേണ്ടതല്ല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നിനക്ക് നല്ലൊരു പയ്യനെ തന്നെ കിട്ടി. ഹാ, കുമാരേട്ടന് എന്തോ ഒരു കുറവ്. നല്ല സെറ്റിൽഡ് ലൈഫ്, ഇഷ്ടം പോലെ കാശ്, കാറ്, വലിയ വീട്. പോരെ, നിനക്കിനി കുമാരേട്ടന്റെ കൂടെ അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാലോ. സത്യം പറഞ്ഞാലേ നിനക്ക് ഇത്രയും നല്ല ലൈഫ് കിട്ടിയാലും എനിക്ക് അല്പം അസൂയൊക്കെയുണ്ട്. നിനക്കോ? അതെ, ഞാൻ വിചാരിച്ചതേ നീ ഈ നാട്ടിലെ ഏതെങ്കിലും കർഷകനെ കെട്ടി രാവിലെ പശുവിനെയും കറന്ന് ഉച്ചയ്ക്ക് പറമ്പിൽ പുല്ലരിയാൻ പോയി വൈകുന്നേരം പശുവിനുള്ള പുല്ലിന്റെ കെട്ടുമായിട്ട് വീട്ടിലേക്ക് വന്ന് അതിന് കാടിയും പിണ്ണാക്കും കൊടുത്ത് അങ്ങനെ ഒരു ഫുൾ കർഷകശ്രീ ലൈഫായിരിക്കും നിനക്ക്. അതായിരുന്നു ഞാൻ നിനക്ക് മനസ്സിൽ കണ്ട ഫ്യൂച്ചർ പ്ലാൻ. പക്ഷേ ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിപ്പോയി. നീ എന്റെ ജീവിതം മുഴുവനും പ്ലാൻ ചെയ്തു വെച്ചിരുന്നല്ലേ? ശത്രുവിന്റെ ഭാവിയെക്കുറിച്ച് ധാരണ വേണ്ടേ? എന്തായാലും നിനക്ക് കിട്ടിയ പയ്യൻ നല്ല സൂപ്പറാ. ആഹാ, കുമാരണ്ണന് 100 ആയുസ. പറഞ്ഞു നാവ് വായിലേക്ക് ഇട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ആളുടെ പ്രസൻസ് ഇവിടെ എത്തി. പുടവ് കൊടുക്കാൻ വരുമ്പോ ചെക്കൻ്റെ അച്ഛനമ്മയും മാത്രം വന്നാ മതിയോ? ചെക്കൻ എവിടെ? ആ, കുമാരേട്ടന് വന്നിട്ടുണ്ടല്ലോ. ദേ നിന്റെ ചെക്കൻ. ഓ, വെയില് കണ്ണിലടിക്കുന്നു, കരിഞ്ഞു പോവേ ഉള്ളു. എന്താ കുമാരേട്ടനെ കണ്ടിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ? നാളെ കല്യാണം കഴിഞ്ഞാ ഇനിയും മനുഷ്യന്റെ കൂടെയല്ലേ ജീവിക്കേണ്ടത്? ഭാവി ഭർത്താവിനെ കാണുമ്പോ മധുവിന്റെ മുഖത്ത് ചെറിയൊരു നാണം, കുറച്ച് സന്തോഷം, ഒരു പുഞ്ചിരി, അങ്ങനെയൊക്കെ വരണ്ടേ? അടങ്ങി നിക്ക്. എടാ മരവാഴെ, ഇന്നെങ്കിലും കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അച്ഛ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. അവന്റെ കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല. ഒന്ന് പതുക്കെ പറ. ഇവൻ കുടിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? നീ ഇവന്റെ കോലം കണ്ടില്ലേ? നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ നേരെ തന്നെ നിൽക്കണം. ചുമ്മായിട്ട് പിടിക്കാനാണ്. എന്തിനുണ്ട് പിടിക്കണ? കണ്ടോ? അത് എന്റെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. ഇവിടെ തറ കുറച്ച് ചരിഞ്ഞ് കിടക്കണം, ഞാൻ തോന്നിയേ. പിന്നെ അല്ല, പിന്നെ എല്ലാത്തിനും എന്നെ. ഓഹോ, നിനക്ക് നാണമായിരിക്കും അല്ലേ? സാരമില്ല, ഞാൻ അവിടെ നിന്നാലേ നിന്റെ നാണം കൂടും. ഞാൻ പോയി കുമാരേട്ടനെ സ്വീകരിക്കട്ടെ. ആ